ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ റംദാൻ സീരീസിൻ്റെ 17ാമത്തെ എപ്പിസോഡായിട്ടാണ്. അപ്പം വേറെ ഒന്നും അല്ലാട്ടോ, കുട്ടികളുടെയും മുതിർന്നവരുടെയും എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ലോഡഡ് ഫ്രൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ചീസി ആയിട്ടുള്ള ചിക്കൻ ലോഡഡ് ഫ്രൈസ്. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിയും ഇരട്ടി ടേസ്റ്റും അതുപോലെ തന്നെ ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈസി ആയിട്ട് 4-5 പേർക്ക് കഴിക്കാട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാനിവിടെ 5 പൊട്ടറ്റോ ആണ് എടുത്തിട്ടുള്ളത്. 5 പൊട്ടറ്റോ കുറച്ച് നീളമുള്ള പൊട്ടറ്റോ ആണ്. അത് നന്നായിട്ട് പീൽ ചെയ്തതിന് ശേഷം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് ഒരു 3-4 വെള്ളത്തിൽ കഴുകിയിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചതാണ്, അതിൻ്റെ സ്റ്റാർച്ചൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതൊന്ന് അരിച്ച് മാറ്റിയതിന് ശേഷം വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഇതാ നല്ല പോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഫസ്റ്റത്തെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഫ്രഞ്ച് റൈസ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ കടയിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങിയിട്ട് ഫ്രോസൺ ആയിട്ടുള്ളത് വാങ്ങിയിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട്, അങ്ങനെ ഫ്രൈ ചെയ്യാം. അപ്പോൾ എനിക്ക് പേഴ്സണലി അതിനോട് വലിയ താല്പര്യമില്ല. പ്രത്യേകിച്ച് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഹോം മെയ്ഡ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഫ്രഞ്ച് റൈസ് ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് റൈസ് കിട്ടും. എന്നിട്ട് ഇതാ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഇട്ടതിന് ശേഷം ഒരു 3-4 മിനിറ്റിന് ശേഷം മാത്രമേ തിരിച്ചിടാൻ പറ്റുള്ളൂ. എന്നിട്ട് ഒന്ന് തിരിച്ചും മറിച്ച് വിട്ടിട്ട് ഒരു 3-4 മിനിറ്റ് വീണ്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രഞ്ച് റൈസ് ഇവിടെ റെഡിയായി. അപ്പോൾ ഇതാ ഫ്രണ്ട്സ്, നമ്മുടെ ഫ്രഞ്ച് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫ്രഞ്ച് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാ ബാച്ചും ഇതുപോലെ പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉള്ളത് ചിക്കൻ്റെ ആണ്. അപ്പോൾ ചിക്കൻ വേണം. ഒരു 1/4 കിലോ ചിക്കനാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഈ ഒരു 6 പേർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ക്വാണ്ടിറ്റിയിലുള്ളത് 1/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ദാ ഈ ഒരു രീതിയിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ചിക്കൻ കട്ട് ചെയ്യുമ്പോൾ വളരെ ചെറുങ്ങനെ കട്ട് ചെയ്യരുത് കേട്ടോ. ചെറിയൊരു തടിങ്ങനെ തന്നെ, എന്നാൽ വളരെ ചെറുതുമല്ല വലുതുമല്ല, ആ ഒരു രീതിയിൽ കട്ട് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നല്ല കട്ട തേര് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അങ്ങനെ ചിക്കൻ നന്നായി പെരക്കി കഴിഞ്ഞാൽ നമുക്കിതാ ചൂടായ എണ്ണയിലിട്ടിട്ട് ഇത് പൊരിച്ചെടുക്കാം. അപ്പോൾ നേരത്തെ ഫ്രഞ്ച് റൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ആ എണ്ണ ഉണ്ടല്ലോ, ആ എണ്ണയിൽ തന്നെ നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് തന്നെ പൊരിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇത് സാധാരണ പൊരിക്കുന്ന പോലെ തന്നെ ഒരു ഭാഗം ഒന്ന് മരിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഒരു 10-12 മിനിറ്റ് നന്നായിട്ടൊന്ന് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ ചിക്കൻ വേവുകയും ചെയ്യും, അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയി കിട്ടും കേട്ടോ. അങ്ങനെ ഇത് നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. അടുത്തതായിട്ട് നമുക്കൊരു സോസ് ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഉപ്പില്ലാത്ത ബട്ടർ ചേർത്ത് കൊടുക്കാം, അൺസോൾട്ടഡ്. ബട്ടർ ഒന്ന് മെൽട്ടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് രണ്ടും കൂടി യോജിപ്പിച്ച് വരുന്ന ശേഷം നമുക്കിതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയം നമ്മുടെ ഫ്ലെയിം ഏറ്റവും ലോയിലാക്കുക. അതിന് ശേഷം നമ്മൾ മൈദ ഇട്ട് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അങ്ങനെ മൈദ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ആ ഒരു ഓയിലും ബട്ടറിലൊക്കെ നന്നായിട്ടൊന്ന് മെൽട്ടായി നല്ല ക്രീമി ആയിട്ട് വരും. ഈ ഒരു രീതിയിലായി കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് പാൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ 1 കപ്പ് പാലാണ് ചേർത്തിട്ടുള്ളത്.
അപ്പോൾ പാലും കൂടി ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സായി കൊടുക്കുക. നല്ലൊരു ക്രീമി ടെക്സ്ചർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സായി കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയം ഇതിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സായി കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുറുകുന്ന ആ ഒരു ടൈം ഇതാ കണ്ട ഈ ഒരു രീതിയിലായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സും 1/2 ടീസ്പൂൺ ഒറിഗാനോവും ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം നന്നായിട്ടൊന്ന് മിക്സായി കൊടുക്കുക കേട്ടോ. ആ ഒരു ക്രീമി ടെക്സ്ചറിൽ ഈ ഒരു പൊടിയും കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആകുന്ന രീതിയിൽ തന്നെ നല്ല പോലെ ഒന്ന് മിക്സായി കൊടുക്കാം. അപ്പം നമ്മൾ ഈ ഒരു സമയത്ത് നമ്മുടെ ഫ്ലെയിം ഏറ്റവും ലോയിലാക്കാം. അതിന് ശേഷം നമുക്കിതിലോട്ട് 3 ടേബിൾ സ്പൂൺ മൊസറല്ല ചീസും അതുപോലെ തന്നെ 2 ഷീറ്റ് ചീസ് സ്ലൈസസും ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കുക. കാരണം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തിക്കാവും. അപ്പോൾ ഒട്ടും നമുക്ക് ഈ ഒരു സോസ് ഉണ്ടാവില്ല, നന്നായിട്ട് കുറുകി കട്ടിയാവും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചീസ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ചൂടിൽ തന്നെ ചീസ് നന്നായിട്ട് മെൽട്ടാവും. അപ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫാക്കാം. അങ്ങനെ നമ്മുടെ സോസ് ഇവിടെ റെഡിയായി. പിന്നെ വേണ്ടത് മയോണൈസാണ്. ഞാനിപ്പോൾ 1/2 കപ്പ് മയോണൈസാണ് എടുത്തിട്ടുള്ളത്. 2 മുട്ടക്ക് ചെയ്തതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു മയോണൈസിൽ. എന്നിട്ട് ഇത് രണ്ടും കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കാം. അപ്പം ഇത് നമ്മുടെ ഈ ഒരു ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ടാണ് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഈ ഒരു സോസ് മേക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ മയോണൈസും കെച്ചപ്പും ഉള്ള സോസ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് അസംബിൾ ചെയ്യാം. നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മളിത് സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രം എടുക്കാം. ഞാനിപ്പോൾ ചീസി ലോഡഡ് ഫ്രൈസ് ആണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പാത്രമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിത് 2 രീതിയിലും ചെയ്യാം കേട്ടോ. നിങ്ങൾക്കിത് മേലിൽ ചീസ് ഇട്ടിട്ടും ചെയ്യാം, അല്ലാണ്ടും ചെയ്യാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഏത് പാത്രത്തിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്യാം. നമ്മുടെ ഫ്രഞ്ച് റൈസിൻ്റെ പകുതി പോർഷൻ നമുക്ക് ഫസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ, ഫസ്റ്റ് ലെയറായിട്ട്. അതിനുശേഷം നമുക്ക് ഡ്രസ്സിങ് ചെയ്യാം. നമ്മുടെ മയോണൈസും ടൊമാറ്റോയും ആ ഒരു മിക്സിങ് ഉണ്ടല്ലോ, അതിൻ്റെ പകുതി പോർഷൻ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ, ഏകദേശം ഒരു 4-5 ടേബിൾ സ്പൂൺ. ഇനി മൂന്നാമത്തെ ലെയറായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതിൻ്റെ പകുതി പോർഷൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ലോഡഡ് ഫ്രൈസ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ ഓർഡർ ചെയ്തിട്ട് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മളെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, നമ്മൾ ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതുപോലെ തന്നെ എക്സ്ട്രാ ടേസ്റ്റുമാണ്. അപ്പോൾ ഇതാ ഈ ചിക്കൻ്റെ മേലയിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച മയോണൈസ് കെച്ചപ്പ് ഉണ്ടല്ലോ, അതൊരു 3-4 ടേബിൾ സ്പൂണ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ചിട്ട് നമുക്ക് ലെയർ സെറ്റ് ചെയ്യട്ടാം. ചെറിയ പാത്രം എടുക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു 3-4 ലെയർ കിട്ടും. ഞാനിപ്പോൾ അത്യാവശ്യം വലിയൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് 2 ലെയറേ ആക്കുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് മൊത്തം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ആ മയോണൈസ് കെച്ചപ്പിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്കൊരു 3-4 ടേബിൾ സ്പൂൺ വീണ്ടും ഒഴിക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള മയോണൈസും കെച്ചപ്പിൻ്റെ ആ ഒരു മിക്സ് മൊത്തമായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ രണ്ടാമതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സോസ് ഉണ്ടല്ലോ, വൈറ്റ് സോസ്, അത് നമുക്കിതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സോസും മയോണൈസിൻ്റെ മിക്സുമാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൂട്ടുന്നത് കേട്ടോ. ഇനി ഈ ഒരു സോസിൻ്റെ മേലയിൽ നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലെക്സ് ഒന്ന് വിതറി കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഒറിഗാനോ നമുക്കിതിലേക്ക് ഒന്ന് വിതറി കൊടുക്കാം കേട്ടോ. ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് മൊസറല്ല ചീസും കൂടി ഗ്രേറ്റ് ചെയ്തത് ഇതിൻ്റെ മേലയിൽ കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം 170 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ നമുക്കിതൊരു 5 മിനിറ്റ് ഈ ഒരു ചീസ് മെൽട്ടാകുന്ന സമയം മാത്രം മതി. ഈ ഒരു 5 മിനിറ്റ് നമുക്കിത് ഓവനിൽ വെച്ചിട്ടൊന്ന് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ലോഡഡ് ഫ്രൈസ് ഇവിടെ റെഡിയായി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിത് ചീസ് ഇല്ലാണ്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ, ഓവനിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല.
ഇനി നിങ്ങളിത് ഓവനിലല്ല ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫ്രൈ പാനിൽ ഇത് സെറ്റ് ചെയ്തിട്ട് ആ ഒരു ചീസ് മെൽട്ടാകുന്ന സമയം വരെ ഒന്ന് മൂടി വെച്ചാൽ മതി കേട്ടോ. നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ഉണ്ടാക്കി നോക്കണം, അടിപൊളി ടേസ്റ്റാണ്. ഞാനിങ്ങനെ അടിപൊളി എന്ന് പറയുന്നില്ല, നിങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം ബനൂസ് വേൾഡ്.